ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിലുള്ള track.sifz എന്ന ഫയൽ സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയറിൽ ഫയൽ ഓപ്പൺ വഴി തുറന്ന് ട്രാക്കിലൂടെ നീങ്ങിപ്പോകുന്ന ട്രെയിനിന്റെ ആനിമേഷൻ തയ്യാറാക്കുക. സൂചനകൾ: ട്രെയിനിന്റെ ചിത്രത്തിനായി ഹോമിലെ ഇമേജസ് 10 ഫോൾഡറിലെ train.png എന്ന ചിത്രം ഉപയോഗിക്കുക. ആനിമേഷൻ പ്രവർത്തിപ്പിക്കുക. ഈ ആനിമേഷൻ FLV ഫോമാറ്റിൽ റെൻഡർ ചെയ്ത് ഹോമിലെ x10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. English ചോദ്യം: In Synfig Studio software, create an animation of a train moving through the track using the file track.sifz, which is given in the exam documents folder. Use file open. Hints: for the images of the train, use the image train.png given in the images 10 folder in home. Run the animation. Render the animation to FLV format and save in x10 folder in home with your register number question number as the file name. Applications: ഗ്രാഫിക്സ്, സിൻഫിക് സ്റ്റുഡിയോ. ഇവിടെ ആദ്യം ചെയ്യുവാനുള്ളത് ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിലുള്ള track.sifz എന്ന ഫയൽ സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയറിൽ ഫയൽ ഓപ്പൺ വഴി തുറക്കുക എന്നുള്ളതാണ്. അതിനായി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു, ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. എക്സാം ഡോക്യുമെന്റ്സ് തന്നെയാണ് തുറന്നു വന്നിട്ടുള്ളത്. ഇനി track.sifz എന്ന ഈ ഫയൽ നമുക്ക് തുറക്കുന്നു. ഇനി ഇതിലേക്ക് ട്രെയിനിനെ കൊണ്ടുവരണം. അതിനുവേണ്ടി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഓപ്പൺ അല്ല ക്ലിക്ക് ചെയ്യുന്നത്, ഇമ്പോർട്ട് എന്നതാണ്. ചിത്രങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇമ്പോർട്ട് എന്നതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇമ്പോർട്ടിൽ ക്ലിക്ക് ചെയ്തു. ഇമേജസ് 10 തന്നെയാണ് നമുക്ക് തുറക്കേണ്ട ഫയലുള്ളത്. train.png ആണ് തുറക്കേണ്ടത്. അത് തുറക്കുന്നു. ഇമ്പോർട്ട് ഓപ്ഷനാണ് ഇവിടെ ഉപയോഗിച്ചതെന്ന് ശ്രദ്ധിക്കുക. ഇനി ഇവിടെ ലെയർ പാലറ്റിൽ ട്രെയിൻ എന്നത് സെലക്ട് ചെയ്യുന്നു. ഇനി ഇവിടെ സർക്കിൾ പോലുള്ള ഹാൻഡിലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിനെ ഒരു ഭാഗത്തേക്ക് നീക്കി വയ്ക്കുന്നു. അത് ട്രാക്കിൽ തന്നെ നിൽക്കുന്ന രീതിയിൽ വേണം നീക്കി വയ്ക്കുവാൻ. ഇപ്പോൾ കറക്റ്റ് ട്രാക്കിൽ തന്നെ വന്നു കഴിഞ്ഞു. ആരോ കീ ഉപയോഗിച്ച് ട്രെയിനിനെ വേണമെങ്കിൽ കുറച്ചുകൂടി പിന്നിലേക്ക് നീക്കി വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ആനിമേഷൻ തുടങ്ങാം. അതിനായി ഇവിടെ ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് ഓണാക്കുകയാണ്. ഇപ്പോൾ ആദ്യത്തെ ഫ്രെയിം ഇവിടെ കാണാം. ലാസ്റ്റ് ഫ്രെയിം 120 ആണ്. അതുകൊണ്ട് ഇവിടെ 120 എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കീയിൽ അമർത്തുന്നു. ലാസ്റ്റ് ഫ്രെയിമിൽ ഇതിൻ്റെ സ്ഥാനം അടുത്ത സൈഡിലേക്ക് നീക്കി വയ്ക്കുന്നു. നീക്കി വയ്ക്കുമ്പോഴും ട്രാക്ക് തെറ്റാൻ പാടില്ല. ട്രാക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ക്രമീകരിക്കേണ്ടതുണ്ട്. ഇനി ആരോ കീ ഉപയോഗിച്ചിട്ട് അതിനെ കുറേ കൂടി ക്രമീകരിച്ച് വെക്കാവുന്നതാണ്. ഞാനിവിടെ ട്രെയിനിനെ ആരോ കീ ഉപയോഗിച്ചിട്ട് ക്യാൻവാസിന് പുറത്തേക്ക് നീക്കി വയ്ക്കുന്നു. ട്രെയിനിൻ്റെ ഭാഗങ്ങൾ പൂർണ്ണമായും അദൃശ്യമാകുന്ന രീതിയിൽ ഞാനിതിനെ ക്രമീകരിച്ചു. ആനിമേഷൻ ഇപ്പോൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇവിടെ ക്ലിക്ക് ചെയ്ത് 0 ഫ്രെയിമിലേക്ക് പോയി. ഇനി പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആനിമേഷൻ കാണുന്നു. ഇതിനെ FLV ഫോമാറ്റിൽ വീഡിയോ ആയിട്ട് റെൻഡർ ചെയ്യുവാനാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നില്ല, റെൻഡർ എന്നതിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. റെൻഡർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ചൂസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യേണ്ട ഫോൾഡർ തിരഞ്ഞെടുക്കുന്നു. ഹോമിലെ x10 ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടത്. അത് തുറന്നു. ഇനി ഇവിടെയുള്ള മുഴുവൻ കാര്യങ്ങളും മായ്ച്ചു കളഞ്ഞതിന് ശേഷം രജിസ്റ്റർ നമ്പർ പ്രകാരം പേര് നൽകുന്നു. 4ാമത്തെ ഗ്രൂപ്പിലെ ചോദ്യമായതുകൊണ്ട് _4 എന്നുകൂടി കൊടുക്കുന്നു. ഇനി ഡോട്ട് ഇട്ടതിന് ശേഷം FLV എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി OK എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി റെൻഡർ എന്നതിൽ കൂടി ക്ലിക്ക് ചെയ്യണം. റെൻഡർ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് വീഡിയോ ഫോമാറ്റിൽ അത് സേവ് ചെയ്യുന്നത്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ റെൻഡറിങ് നടക്കുന്നുണ്ട്. കഴിഞ്ഞു. ഹോമിലെ x10 ഒന്ന് തുറന്നു നോക്കാം. x10 തുറക്കുന്നു. സേവ് ചെയ്ത വീഡിയോ തുറന്നു നോക്കുന്നു. FLV ഫോമാറ്റിൽ നമ്മൾ വീഡിയോ ആയി അത് റെൻഡർ ചെയ്ത് കഴിഞ്ഞു.